ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ലാസ് വേഗാസിലാണ്. ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് പോകുന്നത് നമ്മൾ ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയാണ് ഇനിയുള്ളത്. നമ്മൾ ഫ്ലെക്സി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 9 മണിക്കാണ്. ഇപ്പോൾ സമയം 8 ആവാനായി. ലോസ് ആഞ്ചലസിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഇപ്പോൾ ലാസ് വേഗാസിനോട് യാത്ര പറഞ്ഞ് നമ്മളിപ്പോൾ ഫ്ലെക്സ് ബസ്സിൽ കയറിയുണ്ട്. റൈറ്റ് ടൈമിൽ തന്നെയാണ് ബസ് എത്തിയത്. അപ്പോൾ ഇനി കുറേ സമയമുണ്ട്. 400 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. അപ്പം സൈറ്റ് സീനൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. വേണമെങ്കിലൊന്ന് മയങ്ങാനുള്ള സമയമുണ്ട്. 3 മണിക്കൂർ ഓടി നമ്മളെ ബസ് ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് അത്യാവശ്യം എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. പിന്നെ ടോയ്ലറ്റ് പോകേണ്ടതൊക്കെ പോകാം. നല്ല സൗകര്യമുള്ളൊരു സ്ഥലം. എല്ലാവരും ഒന്ന് ഫ്രഷായി 15 മിനിറ്റിന് ശേഷം നമ്മളെ ബസ് എടുത്തിട്ടോ. അങ്ങകലിയത് ആ മലനിലകൾ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു താഴ്വരയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മളുടെ ഹൈവേ കടന്നു പോകുന്നത്. നല്ല റോഡുകളാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുകളാണ്. അവിടെ ഇതൊരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത്. നമ്മളിവിടെ ഒന്നും അധികം അങ്ങനെ ട്രെയിൻ കാണാറില്ല കേട്ടോ. ഈ ട്രെയിനിൻ്റെ ആ ഏരിയയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് കണ്ടില്ല, ഒരു ട്രക്കാണ് കേട്ടോ. ഇതിൻ്റെ എൻജിൻ സൈഡും നമ്മളെ ലോഡ് സൈഡും വേറെ തുറക്കാൻ പറ്റിയ ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ലോഡ് ട്രക്ക് വേറെ ഏത് വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ടൗണിൽ നിന്നൊക്കെ മാറി ബസ് ഇപ്പോൾ ഒരു മരുഭൂമിയിൽ കൂടിയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ ഇത് അവിടെ നല്ലൊരു ബ്ലോക്ക്. ചെറിയൊരു ടൗണിലേക്കാണ് നമ്മൾ കയറിയത്. ഇഴഞ്ഞിഴഞ്ഞേ വാഹനം നീങ്ങുന്നുള്ളൂ. എന്താ കാര്യം എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞു കിട്ടോ. നോക്കി അപ്പുറത്തൂടെ ഒരു സ്കൂൾ ബസ്സാണ് കേട്ടോ പോകുന്നത്. അതൊരു 150 ആയിരിക്കും പോകുന്നത് തോന്നുന്നു. അപ്പോൾ ആ കാണുന്നത് മെൻസ് സെൻട്രൽ ജയിലാണ്. ജയിലൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് റിസോർട്ടായിട്ടാണ് തോന്നുന്നത്. അത്രയും മനോഹരമാണ് ജയിലിൽ തന്നെ കാണാൻ. ഇതൊക്കെ ആ ജയിലിൻ്റെ പ്രമിസസ് തന്നെയാണ്. ഇതൊക്കെ വലിയൊരു കോമ്പൗണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇനി ഉള്ളിൽ വേറെ കാണുമെന്നറിയില്ല. നമ്മൾ ലോസ് ആഞ്ചലസിൽ ബസ് ഇറങ്ങിട്ടോ. ഇവിടെ അത്യാവശ്യം തെറ്റില്ലാത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലേക്ക് മാറട്ടെ, എന്നിട്ട് വേണം ഒരു ഉബർ നോക്കാൻ. അപ്പോൾ എന്നിട്ട് റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് മഴ ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ലോസ് ആഞ്ചലസിൽ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ. ഫുൾ ഏരിയ കവർ ചെയ്യുന്ന CCTVയുടെ മോണിറ്റർ ഇത് അവിടെ കാണുന്നത്. പിന്നെ 24 മണിക്കൂർ നല്ല ചൂട് കാപ്പി കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇത് റൂമിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് റിസപ്ഷനിലാണുള്ളത്. അങ്ങനെ നമുക്ക് റൂം അനുവദിച്ച് കിട്ടിയിട്ടോ. 4th ഫ്ലോറിലാണ് നമ്മളെ റൂമുള്ളത്. 431 റൂം നമ്പർ. തെറ്റില്ലാത്ത റൂമാണ്. നല്ല വിസ്താരമുള്ള റൂം. നല്ലൊരു കിങ് സൈസ് ഒരു ബെഡ്, ഒറ്റ ബെഡേ ഉള്ളൂ. അത് നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ വലിയൊരു TV ഉണ്ട്. വലിയ കുറേ സൗകര്യമുള്ളൊരു ടേബിൾ ഉണ്ട്. കുറേ ആവശ്യത്തിന് ചെയറുണ്ട്. കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളമില്ല. ഐസ് ക്യൂബ് ഒക്കെ ഇടാൻ പറ്റിയ ഒരു പാത്രം അവിടെ ഉണ്ട്. പിന്നെ ബാത്റൂം തെറ്റില്ല, നല്ല സൗകര്യമുള്ള ബാത്റൂം. സോപ്പും ഷാമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ചെറുതായി ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കിടന്നിട്ട് ഇപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ മണി 6:30 കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ലോസ് ആഞ്ചലസിലുള്ള ഒരു ചൈനീസ് മാർക്കറ്റിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. അപ്പം ഈ ചൈനക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ അവർ കടകളൊക്കെ അടക്കി കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ കടകളും അടവാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ റൂമിൽ തന്നെ എത്തി. ഹായ്, നമ്മളിപ്പോൾ പോകുന്നത് വാൾട്ട് ഡിസ്നി പാർക്കിലേക്കാണ് കേട്ടോ. 1971 സ്റ്റാർട്ട് ചെയ്ത പാർക്കാണിത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 77,000 പരം സ്റ്റാഫ് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് വാൾട്ട് ഡിസ്നി. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 2 പാർക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ കുറേ റൈഡുകളും അഡ്വഞ്ചർ റൈഡുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അതെടുത്തു. പിന്നെ അവിടേക്കാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മെട്രോ ഉണ്ട്, അത് നോക്കണം. മെട്രോ ആണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമുണ്ട് നമുക്ക്. വാൾട്ട് ഡിസ്നി പാർക്കിൻ്റെ അടുത്ത് വരെ ഏകദേശം എത്തും. ഇതാണ് ഇവിടുത്തെ യൂണിയൻ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെട്രോ കിട്ടും. നമ്മൾ നേരത്തെ ഒരു ടാക്സി നോക്കിയപ്പോൾ അത് $95 പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ടാക്സിക്ക് അത്രയൊന്നും വരുന്നില്ല. ടാക്സിക്കല്ല, മെട്രോന് അത്രയൊന്നും വരുന്നില്ല. അപ്പോൾ നോക്കട്ടെ. വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണിത്. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. അത്രയും ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ ഡെസ്ക് കാണാം. പിന്നെ ഇതിന് നേരെ പോയി കഴിഞ്ഞാലാണ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാർഡ് എടുക്കണം. അപ്പോൾ അതിന് നേരെ പോകണം. ഇവിടെ ഡിപ്പാർച്ചറും അറൈവലും ഒക്കെ ഇവിടെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പം ഈ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ആ മെഷീനിൽ കിട്ടും.
അപ്പോൾ മെഷീനിൽ വിപിൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ടിക്കറ്റ് ശരിക്കും സീനിയർ സിറ്റിസൺ ടിക്കറ്റ് മതി. ഇപ്പോൾ മെട്രോ ടാപ്പ് കാർഡൊക്കെ എടുത്തിട്ട് നമ്മൾ മെട്രോയിൽ കയറി. ടാപ്പ് കാർഡൊക്കെ എടുക്കാൻ ഒക്കെ ടെക്നോളജിയൊക്കെ ഭയങ്കരമാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്തിട്ടോ പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായ കാഴ്ചകൾ കണ്ട് നമുക്ക് പോവാം. അതാണ് ഇങ്ങനെയുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ഗുണം. അറിയാത്ത സ്ഥലങ്ങളാകുമ്പം പല കാഴ്ചകളുണ്ടാവും, അതെല്ലാം നമുക്ക് ആസ്വദിക്കാം. ഇത് കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഉള്ളിൽ ബൈക്ക് വരെ കയറ്റി വെച്ചിട്ടുണ്ട്, സൈക്കിൾ അവിടെ കാണാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ട്രെയിൻ ഇറങ്ങി നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇനി ഇവിടുന്ന് കുറഞ്ഞ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്നി പാർക്കിലെത്തും. അപ്പോൾ അതിന് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് കണ്ടില്ല ഇവിടുത്തെ പബ്ലിക് ബസ്. അതിൻ്റെ ഫ്രണ്ടിൽ സൈക്കിൾ വെക്കാൻ വരെയുള്ള സൗകര്യങ്ങളുണ്ട്. 2 സൈക്കിൾ അതിൽ വെക്കാം കേട്ടോ. ഇത് നമ്പർ 350 ബസ്. നമുക്ക് വേണ്ടത് 351. അങ്ങനെ നമ്മൾ ബസ് കയറി കുറേ നേരം യാത്ര തുടർന്നു. ഇത് കണ്ടില്ലേ, സൈഡിലൊക്കെ ഒരേ തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ തോന്നുന്നു, വീടുകളാണ്. വലിയ ആർഭാടായിട്ടൊന്നും വീട് കാണുന്നില്ല. ഇനി കുറച്ച് ആർഭാടുണ്ടെങ്കിൽ അത് അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലാണ് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി വീടുകളുണ്ട് കേട്ടോ, ഒരേമാതിരി നിരനിരയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡിസ്നി പാർക്ക് വേൾഡിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ പന കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 55 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മളെ ഹോട്ടലിന് ഈ ഡിസ്നി ലാൻഡിലേക്ക്. അപ്പോൾ അത് നമ്മൾ ബസ്സും ട്രെയിനും ഒക്കെ ആക്കി ഇവിടെ എത്തി. ഏകദേശം 11:30 മണിയായി. ഇനി ഇവിടെ ശരിക്കും 8 മണിക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. 8 മണിക്കൊക്കെ തണുപ്പായതുകൊണ്ട് 8 മണിക്കൊക്കെ ആൾ കുറവായിരിക്കും എഴുതിയിട്ടാണ് നമ്മളൊരു 10-11 മണി ആ ഒരു ടൈം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ കണ്ട മാതിരിയുള്ളൊരു കാലാവസ്ഥയൊന്നുമല്ല, ഇന്ന് ടോട്ടലി മാറി. ഇന്നലെ നല്ല മഴയല്ലായിരുന്നു, ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറൊക്കെ ഒരു 12 വരെയൊക്കെ എത്തിപ്പോൾ. ഇന്നലെ ഒരു 8 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡിസ്നി ലാൻഡിൻ്റെ ടിക്കറ്റ് ഇന്നലെ എടുത്തു. ഡിസ്നി ലാൻഡ് സൈറ്റ് പോയിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലോക്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടിക്കറ്റിന് അറൗണ്ട് ഒരു 8,000 പെർ ഹെഡ് ചാർജ് വരുന്നുണ്ട്. ഒരു അഡ്വഞ്ചർ ആ ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും രണ്ട് ഏരിയ ഉണ്ട് ഇവിടെ. അതിലൊന്ന് ഡിസ്നി ലാൻഡ് അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ തീം പാർക്കിലേക്ക് സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ല കേട്ടോ. സെൽഫി സ്റ്റിക്ക് നമ്മളിലുള്ളത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി സേഫായ സ്ഥലത്ത് വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഇതാ കാലിഫോർണിയ ഡിസ്നി ലാൻഡ് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള വെൽക്കം ബോർഡ് കണ്ടു. പിന്നെ ഇതാണ് കേട്ടോ അഡ്വഞ്ചറിലേക്കുള്ള സെക്യൂരിറ്റി സൈഡ്. നമ്മളുടെ ലഗേജുകളൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മളടുത്ത് ഈ സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ നമ്മളത് അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചതാണ്, പുറത്തേക്കൊന്നും എന്തായാലും പോയില്ല. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ. നന്നായി സെറ്റ് ചെയ്ത മനോഹരമായൊരു സ്ഥലം. ഇതാ ഈ റെഡ് യൂണിഫോം ഒക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ആയിട്ട് പലതരം ഈ ഫുഡ് ഐറ്റംസും സുവനീർ കടകളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കുറേ ഹോളിവുഡ് സ്റ്റുഡിയോസ്, അവിടേക്ക് ആ ഏരിയയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഷോസൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഒരു 3D ഷോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3D ഷോ ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കാണട്ടെ. ഇത് കണ്ട ഓർമ്മയുണ്ടായിരിക്കെങ്കിൽ ഇതാണ് ടെലിഫോൺ ഡയറക്ടറി. ലാൻഡ് കണക്ഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് നിർബന്ധമാണ്. അങ്ങനെ നമ്മളൊരു റൈഡ് കയറാൻ പോവുകയാണ് കേട്ടോ. ഒരു ആറാക്ക് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഓരോരോ കാറുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അതേമാതിരി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ റൈഡ് കയറി കേട്ടോ. കയ്യും കാലൊക്കെ ഉള്ളിലിടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡിലേക്കാണ്. ഓ മൈ ഗോഡ്, പെട്ടെന്ന് തന്നെ ഇരുട്ടിലേക്ക് കയറി ഞെട്ടിച്ചാഴ്ന്നു കിട്ടും. നന്നായി സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന ഒരു റൈഡാണിത്. മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാം. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലൊക്കെ പോയപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. എന്തായാലും രസമാണ്, കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഇതൊക്കെ കാണാൻ ഒരു രസമുള്ള പരിപാടിയാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ നടക്കുന്നത് കേട്ടോ. അവിടെ ഭയങ്കര ക്യൂ ആണ്. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. എന്തായാലും അവിടെ കയറാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരാണ് ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി. അപ്പോൾ അതിൻ്റെ ലൈനിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ. ആ ലൈനിൽ കയറുന്ന സമയത്തുള്ള ചില കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്ന ചില്ലറയൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ആ കാണുന്നത്. ഇത് കണ്ടില്ലേ, ലോങ് ആയിട്ട് പുറത്തെ ലോങ് ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉള്ളിലെത്തിയാൽ കയറാൻ വിചാരിക്കും. ഉള്ളിലും ലൈന് തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്തായാലും ഇത് കണ്ടിട്ടേ പോവുള്ളൂ. ഈ ക്യൂ ഉൾഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അവിടെയൊക്കെ ഇരുടായി തുടങ്ങി കേട്ടോ. എല്ലാവരും ഡാർക്ക് റൂമിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇങ്ങനെയുള്ള ഷോ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഷോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളെ ബാച്ച് തിയേറ്ററിൻ്റെ അകത്ത് കയറ്റിട്ടോ. അപ്പോൾ ഇനി ഓക്കെ, കാണാം. ബാക്കിലുള്ള വിമാൻ റൈഡ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ഇത് മിസ്സാവില്ലേ, അത്ര സൂപ്പർ പരിപാടിയാണ്. പല പല കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇവിടെ കാണട്ടോ. പക്ഷെ ഇവരൊന്ന് പേര് നമുക്കൊന്നും മനസ്സിലാവില്ല. ചില കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയണ്ടാവും, അവർ കാർട്ടൂൺ കണ്ട് കളിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഒരു ഷോ തുടങ്ങാൻ പോകുന്നുണ്ട് ഇതിൻ്റെ അടുത്ത്. അവിടേക്ക് ഇരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി, എന്താണെന്ന് അറിയില്ല, ഒരു ഓപ്പൺ സ്റ്റേജിലുള്ള ഷോ ആണ്. അവിടെ നിന്ന് എന്തൊക്കെയോ പുക വരുന്നുണ്ട്, നോക്കാം നമുക്ക് എന്താണെന്ന്. ഒരു കലാകാരൻ വന്നല്ലോ, മജീഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ മാജിക് പരിപാടിയൊന്നും കാണുന്നില്ല, കുറേ വാചകങ്ങൾ തന്നെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളിത് വേറെ ഒരു കഥാപാത്രത്തിനെ കണ്ടിട്ട്, ഇവരൊക്കെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. പിന്നെ ഇതാ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇവിടെ ഇതാ വലിയൊരു സോവനീർ ഷോപ്പുകൾ. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇനിയുള്ള ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കാർ റേസിംഗ് ആണ്. അതിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ക്യൂ നിൽക്കുന്ന ഒരു ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. മൊത്തമായിട്ട് കുപ്പിയിൽ നിർമ്മിച്ചതാണിത്. ഇതിൽ എത്രയോ കണക്ക് കുപ്പിയുടെ എണ്ണൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കുറേ വേസ്റ്റ്, ബോട്ടലിൻ്റെ വേസ്റ്റ് കുറേ ഒഴിവാക്കാനും പറ്റും. അങ്ങനെ ഒരു 3/4 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. നമ്മളെ കാറിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വിഭിന്നെ കൂടാണ്ട് വേറെ ഒരാളുടെ ഉണ്ട് കേട്ടോ. നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ ആവേശമായി, യോയോ ഒക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ കാർ ഇതാ സ്റ്റാർട്ടായി. ഈ കാറ് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. അതൊരു റെയിൽമാരിയുള്ള സാധനത്തിൻ്റെ മുകളിൽ കൂടി അടിച്ചു വിട്ട് പോകുന്നതാണ്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റ് ഉണ്ടല്ലോ, ശരിക്കും ഇന്നലെ കാണിച്ച വീഡിയോയിലുള്ള ഗ്രാൻഡ് കനിയോൺ ഇല്ലേ, അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേമാതിരിയുള്ള സ്ഥലമാണ് ഗ്രാൻഡ് കനിയോൺ. ഗാർഡിയൻ ഗാലക്സി കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതാണ് വലുതെന്ന്. ഇപ്പോൾ ഈ കാർ റേസിങ് കാണുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചില ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ വേറെ വണ്ടിയായിട്ട് ഇടിക്കുന്നൊക്കെ തോന്നും. പക്ഷെ അവിടുന്ന് വെട്ടിച്ചൊക്കെ പോകുമ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ഡാർക്ക് റൂമിൽ കൂടി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടി, കേവാണിത്. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ ഇതാ ഇവിടെ. നമുക്ക് ഇവിടുന്ന് ഒന്നങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കൈവഴിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നമുക്ക് കാണാനില്ല. സാൻ ഫ്രാൻസിസ്കോയിൽ പോകുമ്പോൾ നമുക്ക് കാണണം. അടുത്തതായിട്ട് നമുക്ക് കയറാനുള്ള അഡ്വഞ്ചർ റൈഡിൻ്റെ കൗണ്ട് ഡൗൺ ആണ് കേട്ടോ ഇപ്പോൾ കേട്ടത്. അപ്പോൾ അത് പോയി കാണാൻ വളരെ രസമാണ്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അഡ്വഞ്ചറാണ്. ഇത് ഒരുപാട് ഏരിയ കൂടി കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. അടുത്ത ട്രിപ്പിനുള്ള ആ റൈഡർ വന്നു കഴിഞ്ഞു. ഈ കാണുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ, റെസ്റ്റോറൻ്റാണ്. നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നിൽക്കുകയാണ്. നോക്കിയേ, ഈ റൈഡ് കയറാനുള്ള തിരക്കാണ്. നമ്മളവിടേക്ക് എത്തിയില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പുറത്തത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഇനിയും ആ ലൈന് കൂടും. പക്ഷേ ഒരു ട്രിപ്പ് തന്നെ ഒരു 10-24 ആൾക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പക്ഷം. അതുകൊണ്ട് കുറേ വാഹനങ്ങളുണ്ട് അതേമാതിരി. അതുകൊണ്ട് പെട്ടെന്ന് ലൈൻ നീങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം കേട്ടോ. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ശരിക്കും തിരക്ക് അനുഭവപ്പെടുന്നത്. നല്ല റൈഡുകളും ഇവിടെയാണുള്ളത്. ഇതിൻ്റെ പേരാണ് കേട്ടോ ഇൻക്രെഡി കോസ്റ്റർ. അതെന്ത് കോസ്റ്റർ എന്നറിയില്ല. അതാണിപ്പോൾ പോയത്. അങ്ങനെ നമ്മൾ ലൈനിൽ ജോയിൻ ചെയ്ത് ലൈൻ മെല്ലെ പോകുന്നുള്ളൂ. എന്തായാലും 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടോ. നമ്മൾ അടുത്ത വണ്ടി നമ്മളതാണ്. ചെറിയ ഒരു മിടിപ്പുണ്ട്. എന്തായാലും നോക്കാം, നമ്മൾ വന്നതല്ലേ, എന്തായാലും നമ്മളതിന് തയ്യാറെടുത്ത് വന്നതല്ലേ. കാണാം, നമ്മളെ വായിൽ തന്നെയുള്ള ആളുകൾ, കൊച്ചുകുട്ടികൾ, പ്രായമായവരൊക്കെ അതിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. സമയം ഇപ്പോൾ സന്ധ്യ ആയിട്ടോ. എല്ലാ വിളക്കുകളും തെളിഞ്ഞ് വളരെ മനോഹരമായിട്ടുണ്ട്. അത് കാണുന്നില്ലേ, വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ സാധനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ കാണുന്നൊരു ഫ്ലൈ വീലല്ല ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബക്കറ്റ് ഓടിക്കളിക്കും. അപ്പോൾ അത് ശരിക്കും അതൊരു പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടില്ല. നേരെയും കണ്ടിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കയറാനുള്ള ലൈനിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കയറാനുള്ള ബക്കറ്റ് എത്തിയിട്ടോ.
നമ്മളിത് ഇവിടെയൊന്നും വലിയൊരു ക്യൂ കണ്ടില്ല, എന്നാലും ഉണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ ആ ക്യാബിൻ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ക്യാബിൽ നമ്മളെ കൂടാതെ ജാപ്പാനീസ് 2 സുന്ദരികളും ഉണ്ട് കേട്ടോ. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഏത് കാറാത്തവനും ഇതിൽ കാറും. വളരെ ധൈര്യത്തിൽ പിടിച്ചിരുന്നതാണ് നമ്മളെ മുന്നിലുള്ള സുന്ദരിമാര്. അവർ കാർന്ന് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട്. ആ ഫ്ലൈ വീൽ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പല ഫ്ലൈ വീലിലും പല റൈഡിലും കയറിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ വ്യത്യാസമായിട്ടുള്ള, കാരണം നമ്മൾ എടുത്തെറിയുന്നമാരുള്ള ഒരു ഫീലാണ് അതിൽ കയറിയാലുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്തൊരു റൈഡ് എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാം. നമ്മുടെ അടുത്ത അഡ്വഞ്ചർ റൈഡിനുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ നിറയെ ആളുകളുണ്ട്. പക്ഷേ പെട്ടെന്ന് പോകുന്ന ഒരു റൈഡാണിത്. ഒരു റൈഡിൽ 4 ആൾക്ക് കയറാം. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇതും കുറച്ചൊരു ഡേഞ്ചറാണ്. ഇത് കാണാം നമുക്ക്. പോയിട്ട് മുകളിൽ നിന്ന് മറിഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് ഇത് വരുന്നത് കേട്ടോ. ചൈനക്കാരെ അലങ്കാര വിളക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാനാനന്ദകരമായ കാഴ്ചകളാട്ടോ കാണുന്നത്. ഇങ്ങനെ ഒരു പരേഡ് മാതിരി ഇവിടുന്ന് നടക്കുന്നുണ്ട്. സുന്ദരികളുടെ ഡാൻസ്, വേറെ കുറേ ഫാൻസി ഡ്രസ്സ് മാതിരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് ഈ ഒരു ഏരിയ കൂടി മാത്രമേ ഇപ്പോൾ പോകുന്നത്. കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തിയോണ്ട് മാത്രമാണ് ഇത് കാണുന്നത് കേട്ടോ. വലിയൊരു ഏരിയയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ലാസ്റ്റ് സീനാണ്. അപ്പോൾ നമുക്കിനി ഒത്തിരി ദൂരം പോകാനുള്ളതാണ്. ഇനിയിപ്പോൾ നൈറ്റ് ഫുഡുകൾ എന്തെങ്കിലും നോക്കണം. അപ്പോൾ ഈ കാഴ്ചയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.